എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? അല്ല, മലയാളത്തില് ഒരു ചൊല്ലുണ്ട്, വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുകയെന്ന്. കെ സുധാകരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാനാണ് ഈ ചർച്ചയിൽ പലരും തയ്യാറാകുന്നത്. അങ്ങനെ തീയിൽ കുരുത്ത സുധാകരൻ വെയിലത്ത് വാടുമെന്ന് ശ്രീ വിനു വി ജോണിന് തോന്നുന്നുണ്ടോ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? എന്തിനാണ് ഇവർ ഈ സുധാകരനെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം? താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണെന്നും പറഞ്ഞ് നടക്കുന്നത്? സുധാകരൻ ഇന്നലെ മനോരമയ്ക്ക് കഴിഞ്ഞ ആഴ്ച കൊടുത്ത ഇന്റർവ്യൂ അല്ല പ്രശ്നം. അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയ നിമിഷം മുതൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവൻ പറഞ്ഞ നേരാ. എത്രയോ KPC പ്രസിഡന്റ്മാർ വന്നു. കണ്ണൂരിൽ നിന്നൊരു KPC പ്രസിഡന്റ് വന്നപ്പോൾ കെ സുധാകരൻ KPC പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യം എന്താണ്? തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. മിസ്റ്റർ റഹീമെ, താങ്കളുടെ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലിനെ നിയമിച്ചു കഴിഞ്ഞു, ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷനെ നിയമിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇല്ല, പോയിട്ട് രണ്ടെണ്ണം കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. അപ്പോ മുഖ്യമന്ത്രിയെ നിയമപരമായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന ജോലി അഡ്വക്കേറ്റ് ജനറലുണ്ട്, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഉണ്ട്, അവരൊക്കെ ചെയ്യും. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. സുധാകരനെ എന്ത് ചെയ്യണം? സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് പേരിൽ സുധാകരന്റെ പേരിൽ എന്ത് കേസെടുക്കണമെന്ന് റഹീം മുഖ്യമന്ത്രി ഉപദേശിക്കേണ്ട കാര്യമല്ലല്ലോ. ഈ ചർച്ചയെ പറയേണ്ട കാര്യമില്ലല്ലോ. ഡിവൈഎഫ്ഐക്ക് അഡ്വക്കേറ്റ് ജനറലിനേക്കാൾ വലിയ നിയമ പാണ്ഡിത്യം ഉണ്ടെങ്കിൽ ആ പോയിന്റ്സ് എഴുതി മുഖ്യമന്ത്രിക്ക് കൈമാറിയാൽ മതിയല്ലോ. അങ്ങയുടെ നിയമ പാണ്ഡിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് സജസ്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ മുഖ്യമന്ത്രി വളരെ ഗൗരവമായിട്ടെടുത്ത് അതിന്റെ പേരിൽ കൂടി സുധാകരന്റെ പേരിൽ കേസെടുക്കാം. അതുകൊണ്ട് അങ്ങ് അക്കാര്യത്തിൽ വ്യാകുലപ്പെടേണ്ട. അഡ്വക്കേറ്റ് ജനറലിന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും ഇന്ന് കേരള ഗവൺമെന്റ് ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്, നിയമ പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഈ കാര്യത്തിൽ സുധാകരന് കൊടുക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വെക്കാവുന്ന കാര്യമുള്ളൂ. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കേസെടുക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ധൈര്യമായി കേസെടുത്തോളൂ. അത് നേരിടാൻ സുധാകരന് നന്നായിട്ട് അറിയാം. അതിന് സുധാകരനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. സുധാകരനെ ആരും വരട്ടേണ്ട കാര്യമില്ല. കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനി കൊണ്ടു കരഞ്ഞുടാ കേട്ടോ. നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത്? എന്തിനാ വാ കൊണ്ട് വരട്ടുന്നത്? അധര വ്യായാമം വേണ്ട. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.